ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ പീസ് ഓഫ് റൈറ്റിംഗ് ആയിരിക്കും. യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നടന്ന ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചോ ന്യൂസ് പേപ്പറോ മറ്റ് പബ്ലിക് മീഡിയ യൂസ് ചെയ്തുകൊണ്ട് ആളുകളിലോട്ട് എത്തിക്കുന്നതിനെയാണ് നമുക്ക് റിപ്പോർട്ട് എന്ന് പറയാവുന്ന കാര്യം. അത് നമുക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിട്ട് കൊടുക്കാം, ന്യൂസ് റിപ്പോർട്ടായിട്ട് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണെങ്കിൽ അതിൽ 5 Ws ആൻഡ് 1 H ആണ് ആവശ്യം. 5 W എന്ന് പറയുന്നത് വാട്ട്, വെൻ, വേർ, ഹൂ, വൈ. ഈ 5 W വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന WH വേർഡ്സും ഒരു H വേർഡും ആണ് നമുക്ക് ആവശ്യം. വാട്ട് ഹാപ്പൻസ്, എന്താണ് സംഭവിച്ചത്. വെൻ ഡിഡ് ഇറ്റ് ഹാപ്പൻ, എപ്പോഴാണിത് സംഭവിച്ചത്. വേർ ഡിഡ് ഇറ്റ് ഹാപ്പൻ, എവിടെയാണ് ഇത് സംഭവിച്ചത്. ഹൂ വാസ് ഇൻവോൾവ്ഡ്, ഇതിലാരാണ് ഇൻവോൾവ്ഡ് ആയിരുന്നത്. വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൺ, സെയിം അതേ മീനിങ് തന്നെയാണ്, എങ്ങനെയാണിത് സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആയിട്ട് വേണം നമ്മുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിലെ റിപ്പോർട്ട്സ് ഉണ്ടായിരിക്കാൻ. അപ്പോൾ നമുക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഏകദേശം കുറച്ച് കാര്യങ്ങൾ മാത്രം മെയിനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. നല്ലൊരു ഹെഡിങ് വേണം. എല്ലാവർക്കും പെട്ടെന്ന് കാഴ്ചയിൽ പെടാൻ പറ്റില്ലെങ്കിൽ പെട്ടെന്ന് വായിക്കാൻ തോന്നുന്ന ഒരു സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡിങ് ആയിരിക്കണം നമുക്ക് ആദ്യമായിട്ട് ആവശ്യം. പിന്നെ ലെഫ്റ്റ് സൈഡ്, അതായത് മാർജിനോട് ചേർത്ത് ഡേറ്റും അന്നത്തെ ഡേറ്റും പ്ലേസും വേണം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ റിപ്പോർട്ടർ, ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ന്യൂസ് എന്നുള്ള ആ ഒരു പേരും റൈറ്റ് സൈഡിലായിട്ട് ആവശ്യമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ പാസ്റ്റ് ടെൻസിലാണ് തയ്യാറാക്കേണ്ടത്. അതായത് കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ കുറിച്ചായിരിക്കും നമ്മൾ ന്യൂസായിട്ട് കാണുന്നുണ്ടായിരിക്കുക. ന്യൂസ് പേപ്പറിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണല്ലോ, കഴിഞ്ഞ ദിവസം എന്തൊക്കെ സംഭവിച്ചു അതാണ് നമ്മൾ തൊട്ടടുത്ത ദിവസം രാവിലെ ന്യൂസ് പേപ്പറിൽ വായിക്കാനായിട്ട് പോകുന്നത്. ന്യൂസ് പേപ്പർ പ്രിൻ്റ് ചെയ്യുന്ന ടൈം വരെയും സംഭവിച്ച കാര്യങ്ങളായിരിക്കും ന്യൂസ് പേപ്പറിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുക. അതല്ലാതെ അത് കഴിഞ്ഞ് നടക്കുന്ന സംഭവങ്ങളൊന്നും ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരിക്കില്ല. സോ നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും അത് പാസ്റ്റ് ടെൻസിലായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്. അതായത് കഴിഞ്ഞു പോയൊരു കാര്യം എഴുതുന്നത് പോലെ ആയിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, സ്വന്തം അനുഭവം പങ്കിടുക എന്നുള്ളൊരു മോട്ടീവായിരിക്കരുത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ. വായനക്കാരെ വിവരങ്ങൾ അറിയിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ മോട്ടീവ്, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ സ്വന്തം അഭിപ്രായവും അനുഭവങ്ങളും ഒന്നുമല്ല അതിൽ പങ്കിടേണ്ടത്. പിന്നെ ഫാക്ട്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം പങ്കിടേണ്ടത്. അതായത് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, നമ്മുടെ ഊഹാപോഹങ്ങളോ അങ്ങനത്തെ ഒന്നും ആയിരിക്കരുത് റിപ്പോർട്ടിൽ നമ്മൾ വിവരിക്കേണ്ടത്. യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കണം വിവരിക്കേണ്ടത്. അല്ലെങ്കിൽ ഞാൻ കണ്ടു എന്നുള്ളൊരു രീതിയിലായിരിക്കരുത് എഴുതേണ്ടത്. കോമൺ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, ഇന്നലെ ഞാനൊരു അപകടം കണ്ടു, അങ്ങനെ ആയിരിക്കരുത് എഴുതേണ്ടത്. ഇന്നലെ സിറ്റിയിൽ ഒരു വലിയ അപകടം നടന്നു, അങ്ങനെ ആയിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റിപ്പോർട്ട് ആക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെ വരും എന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി നമുക്ക് എന്താണ് ഇൻസിഡൻറ്റ്, എവിടെ സംഭവിച്ചു എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കുള്ളൂ. സോ എന്തൊക്കെയാണ് നമ്മളിതിൽ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഒന്നാമത്തെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഹെഡിങ് ഏറ്റവും സിമ്പിളായിരിക്കണം. പെട്ടെന്ന് ക്യാച്ചി, ആൾക്കാർക്ക് പെട്ടെന്ന് കണ്ണി പിടിക്കുന്ന ടൈപ്പ് ഹെഡിങ് ആയിരിക്കണം ടൈറ്റിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് ആവശ്യം. ഏറ്റവും സിമ്പിളായിട്ട് വേണം. ആക്സിഡൻറ്റിന് റിപ്പോർട്ടോ അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ്റെതോ എന്തോ ആയിക്കോട്ടെ, ക്ലൈമറ്റിക് ചേഞ്ചിൻ്റെതോ എന്തോ റിപ്പോർട്ടാണ് തയ്യാറാക്കാൻ പറഞ്ഞത്, ആ റിപ്പോർട്ടിൻ്റെ ഏറ്റവും ക്യാച്ചി ആയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് വേണം നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട്. ദെൻ ഹെഡിങ് കഴിഞ്ഞ് തൊട്ടടുത്ത ലൈനിൽ നമ്മൾ എഴുതേണ്ടത് ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രിയ എന്ന് പറയുന്ന സ്റ്റാഫ് അല്ലെങ്കിൽ നെജിയ എന്ന് പറയുന്ന സ്റ്റാഫ് റിപ്പോർട്ടർ, അയാളുടെ പേര് എഴുതുക. തൊട്ട് താഴെ ഡേറ്റ് ലൈൻ, അതായത് എവിടെയാണ് പ്ലേസ്, എവിടെയാണ് ഈ സംഭവം എന്നുള്ളത്. ദെൻ ഡേറ്റ്, എന്നാണ് ഈ സംഭവം. ഇപ്പോൾ കോഴിക്കോട് October 10th,
അത് എഴുതുക. അത് ലെഫ്റ്റ് സൈഡിനോട് ചേർത്ത് എഴുതണം. റിപ്പോർട്ടറിൻ്റെ പേര് റൈറ്റ് സൈഡിനോട് ചേർത്ത് എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇൻട്രൊഡക്ഷൻ വെച്ച് തുടങ്ങുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻട്രൊഡക്ഷൻ. മെയിൻ ഇവൻറ്റ് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള ഇവൻറ്റ് ഒരു 2-3 ലൈനിൽ ചുരുക്കി എഴുതിയതിന് ശേഷം പിന്നീട് വേണം അതിനെ ഡീറ്റെയിൽഡായിട്ട് പറയാനായിട്ട്. ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറയുന്നിടത്താണ് നമ്മൾ എങ്ങനെ സംഭവിച്ചു, എപ്പോൾ സംഭവിച്ചു എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നേരത്തെ പറഞ്ഞ ആ 5 W'സിനെ പറ്റി, എപ്പോൾ സംഭവിച്ചു, ആരാണ് ഇതിലുണ്ടായിരുന്നത്, എങ്ങനെ സംഭവിച്ചു എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും പറയുന്നത് ഈ ഒരു സമയത്തായിരിക്കും. ദെൻ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം കൺക്ലൂഷൻ എൻഡ് ചെയ്യുക. എന്തായിരുന്നു ലാസ്റ്റ് എന്ത് സംഭവിച്ചു എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ആണെങ്കിൽ രോഗീനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി ഷിഫ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ മരിച്ചതാണെങ്കിൽ ആംബുലൻസ് വന്നു അയാളെ കൊണ്ടുപോയി എന്നുള്ള ഡീറ്റെയിലോട് വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റോട് കൂടിയിട്ട് ആ ഒരു റിപ്പോർട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമുക്കൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ആവശ്യമായിട്ടുള്ള ഫോർമാറ്റ് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഞാനൊരു എക്സാമ്പിളായിട്ട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് എ സീരിയസ് ത്രെട്ട്, അതാണ് നമ്മുടെ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം റിപ്പോർട്ടർ സ്റ്റാഫ് ആരാണോ റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ പേര്, സ്ഥലം, ഡേറ്റ്. അതിനുശേഷം പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് പോലെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനെ ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിരിക്കുന്നു. ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫാണ്. ഇങ്ങനെയാണ് ഒരു ഫോർമാറ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും എന്താണ്, എന്തിനെക്കുറിച്ചാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. സോ അതൊക്കെ നോക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ഏറ്റവും സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും റിപ്പോർട്ടിംഗ്.